കഷ്ടതയാകിലും നഷ്ടങ്ങൾ വന്നാലും, കഷ്ടതയാകിലും നഷ്ടങ്ങൾ വന്നാലും, ഇഷ്ടന്മാർ വിട്ടാലും ദുഷ്ടിയായി ജീവിക്കും, തീരുമെൻ ദുഃഖം വിലാപവും. ചേരും ഞാൻ സ്വർഗേ വേഗം, ഹല്ലേലൂയാ. തീരും എൻ ദുഃഖം വിലാപവും, ചേരും ഞാൻ സ്വർഗേ വേഗം, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. അതിമനോഹരമായ നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അല്പസമയം ഉറങ്ങുവാനും ഉണർന്ന് എൻ്റെ കർത്താവിൻ്റെ പാദപീഠത്തിലിരിപ്പാനും എൻ്റെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഒരവസരം കൊണ്ട് ദാനമായി തന്നതോർത്ത് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പം ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പൻ്റെ പക്കല ദാനമായി നൽകി തരേണ്ടതിനായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ ജീവിതങ്ങളുണ്ട് കർത്താവേ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്നവരുണ്ട് കർത്താവേ. അവർ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയത്തെയും തിരുമുൻപാകെ സമർപ്പിക്കുന്ന നാഥ, ഞങ്ങളെ ഉള്ളതുപോലെ കാണുകയും അറിയുകയും ചെയ്യുന്ന ദൈവം അവിടുന്ന്. ഞങ്ങളുടെ ഞരക്കങ്ങളെപ്പോലും അറിയാവുന്ന കർത്താവാ. ഞങ്ങളുടെ കണ്ണെന്ന് നിറഞ്ഞാൽ അവിടുന്ന് അറിയാവുന്ന കർത്താവാ. ഞങ്ങളെ കാണുന്ന ദൈവമേ, ഞങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിപ്പാൻ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. സമസ്ത ഭാരങ്ങളുമായി ഞങ്ങളുടെ പാദപീഠത്തിലാണ് കടന്നു വരുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം, ഇത് ജീവിക്കുന്ന ദൈവമാകിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കൊക്കെ മറുപടിയിട്ടത് നിശ്ചയമാ. ഞങ്ങളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന കർത്താവേ. കഴിഞ്ഞ നാളുകളിൽ അത്ഭുതവും അതിശയമായി ഞങ്ങളെ നടത്തിയതാണ്. ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്ന ദൈവം അവിടുന്ന്. നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഞങ്ങളെ നടത്തുവാൻ സർവശക്തന ബലമുള്ള കരങ്ങളിലോട്ട് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ പോക്കിലെ, വരവിലെ, വാഹനത്തിലെ, വഴിയിലെ, ജോലിയിലെ, വിശ്രമത്തിലൊക്കെ കൂടിയിരുന്ന് സഹായിക്കണം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ജീവിത പങ്കാളിയെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ ചുറ്റുപാട്, ഞങ്ങളുടെ അയൽ കുടുംബങ്ങൾ, ഞങ്ങളുടെ ഉപജീവനമാർഗം കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങളുടെ എല്ലാവരെയും അവിടുത്തെ പൊന്നുപാദപീഠത്തിലോട്ട് ചേർത്ത് വയ്ക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഞങ്ങളെ അവിടുത്തെ കൃപയിലും സമാധാനത്തിലും സൗഖ്യത്തിലും സൂക്ഷിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൂരശ്രേയും സമീപശ്രേയും ഒന്നുപോലെ അനുഗ്രഹിച്ചാട്ട് കർത്താവേ. അപ്പം ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിച്ചു കൊള്ളണമേ, സഹായിച്ച് സൂക്ഷിക്കണമേ. ഞങ്ങളുടെ പൈതങ്ങളെ വളർത്തിത്തരണമേ. പഠിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണം. പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാ മക്കൾക്കും നല്ല ജയമൊരുക്കി മാനിക്കുമാറാകണം. BS നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. എൻ്റെ തമ്പുരാൻ അവരെ കരുതണമേ. നന്നായി പഠിക്കുവാൻ, പരീക്ഷ എഴുതുവാൻ, നല്ല മാർക്കോടെ പാസ്സാകാനൊക്കെ സഹായിക്കണമേ. എൻ്റെ കർത്താവ് OET, IELTS, ജർമ്മനും പഠിക്കുന്ന മക്കൾ, പ്രൊമറ്റി പരീക്ഷയ്ക്കും കാർഡിൻ്റെ പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്നവർ, എൻ്റെ കർത്താവ് വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്ന മക്കൾ, കർത്താവെ നീ അവരെ സഹായിക്കണമേ. അത്ഭുത വഴികളെ തുറക്കണമേ. തടസ്സം മുടക്കം മാറ്റണമേ. പരിശുദ്ധാത്മാവെ കൂടെ നിന്ന് സഹായിക്കണമേ. നിശ്ചയമാ എന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഞങ്ങളെ യഥാർത്ഥ സ്തോത്രം ചെയ്യുക. ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉപജീവനമാർഗം ആഗ്രഹിക്കുന്ന ഓരോ മക്കൾക്കും തമ്പുരാൻ വഴിവാതിൽ തുറന്നു കൊടുത്ത് സഹായിക്കും. നിശ്ചയമായവരെ മാനിക്കും. വാലല്ലേ അവർ തലയാകും വചനമാ. ഞങ്ങളത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്ന സ്വർഗം മാനിക്കുമാറാകണം. ദൈവമായ കർത്താവേ, ഈ സമയത്ത് ഹല്ലേലൂയ ഞങ്ങളുടെ വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കുന്ന തക്ക തുണയെ ഒരുക്കണം. വിവാഹം നടക്കണം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറ കൊടുത്ത് അനുഗ്രഹിക്കണം. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളംകരത്തിൽ വഹിച്ചു കൊള്ളണമെന്നും പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ സമയം യാത്ര പോകുന്നവരെ മക്കളെയും സമർപ്പിക്കുന്നവരുടെ യാത്രകളിൽ കൂടിയിരുന്നോണേ. എൻ്റെ ദൈവമായ കർത്താവേ, ഈ സമയത്ത് ഹല്ലേലൂയ കടഭാരത്താൽ വലിയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്ന അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായി എൻ്റെ അപ്പച്ചൻ തീർത്തു കൊടുക്കണമേ. ഭവനമില്ലാത്ത മക്കൾ വാടക ഭവനങ്ങളിൽ കഴിയുന്നവരെ സമർപ്പിക്കുന്ന എൻ്റെ ദൈവം തലചായ്പാൻ ഭവനം ഒരുക്കണമേ. ഭവനം പണിതുകൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, ഭവനത്തിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചതിൽ പാർക്കുവാൻ ഭാഗ്യമൊരുക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവിൻ്റെ കരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടെ കർത്താവ്. നാഥായി സമയം ഹല്ലേലൂയ കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവേ, അനേക കുടുംബങ്ങളെ നിരാശയിലും കഷ്ടത്തിലും വേദനയിലും കൂടി കടന്നു പോകുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, നിൻ്റെ സമാധാനം ഓരോ മക്കൾക്കും നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യമാർന്നതെല്ലാം ഉയർത്തിൽ ദാനം കൊടുത്ത് തൃപ്തിയോടെ കർത്താവിനെ അറിഞ്ഞ് ജീവിപ്പാൻ ഇടയാക്കണമേ. ദൈവമായ കർത്താവ്, ഈ സമയം മധ്യത്തിൽ മയക്കുമരുന്നിൽ കഴിയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. മാനസാന്തരം നൽകി ഓരോ മക്കളെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, ഈ സമയത്ത് ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ.
പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ സമർപ്പിക്കുന്നു. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കളെ സമർപ്പിക്കുന്നു. പുതിയ നന്മയും അനുഗ്രഹവും ഓരോരുത്തർക്കും കൊടുത്ത് കർത്താവരെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, നീറിപ്പുകയുന്ന ജീവിതങ്ങളുണ്ട്. പല പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കുന്നവരുണ്ട്. ആരാലും പരിഹരിക്കപ്പെടാത്ത വിഷയമുണ്ട്. എന്നാൽ എൻ്റെ സ്വർഗത്തിലെ അപ്പൻ ഇടപെടും, അതിന്മേൽ അത്ഭുതങ്ങളെ ചെയ്യും. കഴിഞ്ഞ നാളുകളിൽ മാനിച്ച ദൈവം വീണ്ടും കരുതുവാൻ സർവ്വശക്തനാകിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. അത് കാത്തിരുന്ന് കണ്ണാലെ കാണുവാൻ, ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിപ്പാൻ ഓരോ മക്കളെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, സഭ ഞങ്ങളുടെ രോഗികളുമായി കടന്നു വരിക. ആശുപത്രി മുറികളിലും ഐസിയിലും സിസിയിലും വെന്റിലേറ്ററിലും ഭവനങ്ങളിലും കിടക്കകളിലായിരിക്കുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലല്ലോ. സൗഖ്യദായകനെ കരം പിടിച്ചോണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആണിപ്പഴുതുള്ള കരം തൊടണമേ, സൗഖ്യമയക്കണമേ. പൂർണ്ണമായും വിടുതൽ പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, മഹത്വമേറി സാക്ഷ്യം പറയാൻ ഇടയാക്കണം. ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ട് ലിവറിന് കുഴപ്പമുള്ളവർ, തൈറോയിഡുള്ളവർ, ആസ്മയുള്ളവർ, അലർജിയുള്ളവർ, ദുഃഖസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, ബ്ലീഡിങ്ങിനാൽ ഭാരപ്പെടുന്നവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, കർത്താവ് യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ളവർ, ഹല്ലേലൂയ, പുറത്ത് വേദനയാൽ ഭാരമുള്ളവർ, നടുവിൻ്റെ വേദനയും മുട്ടിൻ്റെ വേദനയും ഉള്ളവർ, സ്വർഗത്തിലെ ദൈവം അവിടുന്ന് അത്ഭുതം ചെയ്യണം, മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഹായം വരുന്ന പർവ്വതത്തിലേക്ക് ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തുന്നത് ഞങ്ങളുടെ സഹായക്കാരൻ ജീവിക്കുന്ന ദൈവമാണ്. ഞങ്ങൾക്ക് മറുപടി അയക്കും, നിശ്ചയമായി മാനിക്കും. ഹല്ലേലൂയ. ഉറക്കമില്ലാത്ത ജീവിതങ്ങളുണ്ടപ്പാ. മാനസികമായ വിഭ്രാന്തികൾ കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. കൈകാലക്ക് ചലനമില്ലാത്തവരുണ്ടപ്പാ. വീൽ ചെയറിലും കിടക്കകളിലുമായിരിക്കുന്നവരുണ്ടപ്പാ. പരസഹായം കൂടാതെ എഴുന്നേൽപ്പാൻ കഴിയാത്തവരുണ്ട് കർത്താവേ. നീ ഉള്ളതുപോലെ കാണുന്ന ദൈവമാ. അങ്ങറിയാതെ ഞങ്ങളുടെ തലയിൽ ഒരു മുടി പോലും കൊഴിയുകയില്ലല്ലോ കർത്താവേ. എൻ്റെ കർത്താവ് എല്ലാവരുടെയും സൃഷ്ടിതാവാകിയാൽ അവസ്ഥകളെ അറിഞ്ഞ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലിയരികിലെ അതിലെ സുഗന്ധക്കുഴമ്പുമായി കടന്നു വരണം. ഉച്ച മുതൽ പാദം വരെ തൊടയണം. എല്ലാ വിടുതലുമായി ചോര മക്കളെ സഹായിക്കണം. വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ അപ്പൻ്റെ ആശ്വാസത്തിൻ്റെ കരം, മുൻപോട്ട് ജീവിപ്പാനുള്ള പ്രത്യാശ സ്വർഗം ഓരോ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ യുവതി യുവാക്കന്മാരെ, വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ, അനാഥരെ, വിധവകളെ, വൈദങ്ങളെ ഒക്കെ സംരക്ഷിക്കുന്ന ദൈവമേ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാ കർത്താവ്. ഹല്ലേലൂയ. നന്ദി. സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു. സുവിശേഷ വേല നിമിത്തം ജയിൽവാസം അനുഭവിക്കുന്നവർ, കഷ്ടമനുഭവിക്കുന്നവർ, പീഡനങ്ങളിൽ കൂടി കടന്നു പോകുന്നവരെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ വിടുവിക്കണമേ, വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തിനെതിരായി പോരാടുന്ന സകല ദുഷ്ടശക്തികളെയും സ്വർഗമടിച്ചമർത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ നാമത്തിലും മേലായ നാമം എൻ്റെ യേശുവിൻ്റെ നാമം, അത് വളരണം, അത് ഉയരണം. ആമേൻ. കർത്താവേ, ഈ സ്വർഗീയ സന്തോഷം എല്ലാവരും അനുഭവിപ്പാൻ, സമാധാനമായിരിക്കാൻ ഇടയാക്കണമെന്ന് അടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഓരോരുത്തർക്കും തന്ന് സഹായിക്കണം. പ്രാർത്ഥനയെ കേട്ടതോർത്ത് നന്ദി പറയുക, യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം, 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 സ്തോത്രം.